സാധാരണക്കാർ ദിവസവും നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്നാണ് തെരുവ് നായ്ക്കളുടെ ശല്യം. സർക്കാർ എല്ലാ രീതിയിലും ഇത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമങ്ങളെയൊക്കെ തകർക്കുന്നത് കേന്ദ്ര നിയമങ്ങളാണ്. തെരുവുനായ പ്രശ്നം കേരളത്തിലെ മാത്രം പ്രശ്നമായാണ് നമ്മുടെ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല. സമീപകാല സംഭവവികാസങ്ങൾ ഇതൊരു ദേശീയ പ്രശ്നമാണെന്ന് തെളിയിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളിൽ നിന്ന് അത് വ്യക്തവുമാണ്. ഡൽഹിയിലെ എല്ലാ തെരുവ് നായ്ക്കളെയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും കൃത്യമായ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും ഇതിനെതിരെ ഏതെങ്കിലും സംഘടന ഇടപെടൽ നടത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സുപ്രീം കോടതി പറഞ്ഞു. നഗര റോഡുകളിൽ നിന്ന് തെരുവ് നായ്ക്കളെയും മറ്റു മൃഗങ്ങളെയും നീക്കം ചെയ്യുന്നതിനായി പ്രത്യേക ഡ്രൈവ് നടത്താൻ രാജസ്ഥാൻ ഹൈക്കോടതി മുനിസിപ്പൽ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. പൊതുപ്രവർത്തകരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കാനും മുനിസിപ്പൽ ഉദ്യോഗസ്ഥർക്ക് കോടതി നിർദ്ദേശം നൽകി. അതായത് തെരുവുനായ ശല്യം കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഈ പ്രശ്നത്തെ സർക്കാർ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ കേന്ദ്ര നിയമങ്ങൾ ഇതിന് തടസ്സം നിൽക്കുന്നു. അതേസമയം ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഉൾപ്പെടെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതിനെ എതിർക്കുകയാണ്. ഹൃദയശൂന്യമായ തീരുമാനമെന്നാണ് അദ്ദേഹം ഇതിനെ വിളിക്കുന്നത്. ഇരകളോടല്ല നായ്ക്കളോട് അനുകമ്പ കാണിക്കാനാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യനല്ല പട്ടികൾക്കാണ് കോൺഗ്രസ് പ്രാഥമിക പരിഗണന നൽകുന്നത്. ഇതാദ്യമായല്ല. വന്യജീവി പ്രശ്നങ്ങളിലും കോൺഗ്രസ് ഇതേ നിലപാടായിരുന്നു സ്വീകരിച്ചത്. 2021 1972 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി വരുത്തിയപ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP ആവശ്യപ്പെട്ടത് വന്യജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുന്ന വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂൾ 5 എടുത്തുകളയണമെന്നായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്ന ജില്ലയായ വയനാട്ടിൽ രാഹുൽ ഗാന്ധി MP ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയാണ് MP. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇവരുടെ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മലയോര ജാഥ നടത്തും. ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ? പട്ടികളെല്ലാം കൊല്ലണമെന്നല്ല, എന്നാൽ മനുഷ്യജീവന് തന്നെ ആപത്താകുന്ന തെരുവ് പട്ടികളെ സംരക്ഷിച്ച് മനുഷ്യനെ ഭീതിയിലാക്കണം എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? തെരുവുനായ ശല്യമാണേലും വന്യജീവി ആക്രമണമാണേലും അതിനെ തടയേണ്ട നിയമങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതിന് തുരങ്കം വയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് കേരളത്തെയാണ് ഒറ്റുകൊടുക്കുന്നത്.